ഹായ്, അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. ഞാൻ ഈ വീഡിയോ എഡിറ്റിംഗ് അപ്ലോഡിങ് എപ്പോഴാണ് എനിക്കറിയില്ല. സ്റ്റിൽ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഞാൻ ചെറുതായിട്ടൊരു സേവന വാരത്തിനും കൂടെ ഇറങ്ങുന്നൊരു ദിവസമാണ്. മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങും. പിന്നെ അവിടെ ഈ വീഡിയോ തന്നെ കാണാം, മൾബറീസൊക്കെ വീണ് കിടപ്പുണ്ടാവും, അതൊക്കെ ക്ലീൻ ചെയ്യും, അങ്ങനെയൊക്കെ. പിന്നെ ഇപ്പം അത്യാവശ്യം മാഷാഅല്ലാഹ് നല്ലോണം തക്കാളി ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടില്ലേ? അപ്പം ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക, ഗ്രീനി ആയിട്ടുള്ള തക്കാളി ഉണ്ട്. അതേപോലെ ചെറിയ പഴുത്തതും ഉണ്ട്. പഴുത്തതൊക്കെ പ്ലക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നമ്മളിതുള്ളതുപോലെ പറയണമല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇത് ആദ്യം ഞാൻ ലൈക്ക് ഒരു തക്കാളി പഴുത്ത്, അപ്പോൾ അത് ഞാനത് കംപ്ലീറ്റ് അത് പോകുന്നത് വരെ വെച്ച്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് ആ ഒരു സീഡ് ഉണങ്ങി എന്ന് തോന്നിയപ്പോൾ ഞാനതൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത്. പിന്നെ നമ്മൾ ഇവിടെ നനക്കേണ്ട ആവശ്യമില്ല. ഈ ഒമാനീസ്, നമ്മുടെ നെയ്ബർ ഒമാനീസിൻ്റെ ടാപ്പ് ഉണ്ട്. അത് എല്ലാ ഈവനിങ്ങിലും, മോർണിംഗിലും ഈവനിങ്ങിലും ആയിട്ട് ഈ മൾബറി, അതേപോലെ ഇവിടെ ബാക്കിയുള്ള വായ, അതിനൊക്കെ വെള്ളം അവർ വിടുന്ന സമയത്ത് ഈ വായ നനയുമ്പോൾ ചീര നനയാന്ന് പറഞ്ഞ പോലെ എൻ്റെ തക്കാളി നനയും. അങ്ങനെയാണ് ഇത് ഇത്രയും വളർന്നുണ്ടായത്. അപ്പോൾ അതൊക്കെ പ്ലഗ് ചെയ്തു. പിന്നെ ഇവിടെ ഇപ്പം അമ്മാതിരി വെയിലും ചൂടൊക്കെയാണ്, അതുകൊണ്ട് ചപ്പൊക്കെ ആകെ ഉണങ്ങിപ്പോയി. ചിലത് നല്ല ഫ്രഷ് ആയിട്ടുണ്ട്. എനിവേ, തക്കാളി സ്റ്റിൽ അലൈവ്. പിന്നെ ഇത് കണ്ടോ, വായ അത്യാവശ്യം ചെരിഞ്ഞ് വീണിരിക്കുന്നു. അപ്പോൾ ഇതിൽ നല്ല കൊലയും ഉണ്ടായിട്ടുണ്ട് മാഷാഅല്ലാഹ്. കൊല ഒമാനി അവരെടുക്കും, പക്ഷേ ഇല അവരെടുക്കില്ല. ഇത് ഉണ്ണിക്കുട്ടനാണ്, വളർന്നു വരുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വേസ്റ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ കണ്ടേ എന്നോനോ നെക്സ്റ്റ് വായ എന്നും പറഞ്ഞു പോകും. പക്ഷേ ഇവിടെ നമ്മളിത് ക്ലീൻ ചെയ്തെടുക്കും. ഇല അവരെടുക്കത്തില്ല, നമ്മളാണ് എടുക്കാറ്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഞാൻ ലിക്വിഡ് ഇട്ട് തന്നെ ക്ലീൻ ചെയ്യും, കാരണം അതിൻ്റെ അവസ്ഥ കണ്ടില്ലേ. പിന്നെ ഇതിൻ്റെ പേര്, ഇത് നാട്ടിലും ഉള്ള സാധനമാണ്, പക്ഷെ എനിക്കിതിൻ്റെ പേരറിയില്ല, ഈ ഫ്ലവറിൻ്റെ പേര്. ഇത് ഇവിടെയെന്ന് വെച്ചാൽ ഇതൊരു നമ്മുടെ നൈബർ ഒമാനി, അവർ ഇത് വെള്ളത്തിലിട്ട് നമുക്ക് തന്നായിരുന്നു. ബ്ലൂ കളറാവും വാട്ടർ. ഞാൻ കുടിച്ചില്ല, ചെപ്പിക്ക കുടിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇത് അത്യാവശ്യം ഔഷധ ഗുണമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ വെട്ടാറില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാട് പോലെ വളർന്നിരിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.